തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ നടക്കുന്നത് പകൽ കൊള്ള. പ്രീമിയം പാർക്കിംഗ് എന്ന പേരിൽ ഈടാക്കുന്നത് കഴുത്തറപ്പൻ ഫീസ്. പാർക്കിംഗ് ഫീസ് കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അജണ്ട പാസാക്കാൻ ജനകീയ ക്യാമ്പയിൻ. തെരുവുനായ ശല്യത്തിന് പരിഹാരമായി ഷെൽട്ടർ സംവിധാനം ഒരുക്കണമെന്ന അജണ്ടയിലാണ് വേറിട്ട ക്യാമ്പയിൻ. വെള്ളാങ്കല്ലൂരിൽ ഭർത്തൃപീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി ജീവനൊടുക്കിയ സംഭവം. യുവതിയുടെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മുളയം കൂട്ടാളിയിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണമാലയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതിയുടെ മൊഴി. കൊലപ്പെടുത്തിയത് വിറക് കഷ്ണം ഉപയോഗിച്ച്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തീരത്തിന് വെറുതെയുടെ ദിനങ്ങൾ നൽകിയ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അർദ്ധരാത്രി അവസാനിക്കും. വാർത്തകളിലേക്ക് വിശദമായി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ നടക്കുന്നത് പകൽക്കൊള്ള. പ്രീമിയം പാർക്കിംഗ് എന്ന പേരിൽ ഈടാക്കുന്നത് കഴുത്തറപ്പൻ ഫീസ്. ഫീസ് വർധനയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമുയർന്നു. ജൂലൈ 19 തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗിൽ ബൈക്ക് വെച്ച് 21 എടുത്ത ഒരു യാത്രക്കാരനിൽ നിന്നും 845 രൂപയാണ് പാർക്കിംഗ് ഫീ ആയി ഈടാക്കിയത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിംഗ് നിരക്ക് മെയ് ജൂൺ മാസങ്ങളിൽ 2 ഘട്ടമായി അമിതമായി വർദ്ധിപ്പിച്ചിരുന്നു. വാഹന പാർക്കിങ്ങിന് കൂടുതലായി ഒരു സൗകര്യവും നൽകാതെ പ്രീമിയം എന്ന പേരിൽ വൻ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത്. അനേക വർഷങ്ങളായി തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പ്രധാന കവാടത്തിന്റെ എതിർവശത്ത് ഇരുചക്ര വാഹനങ്ങൾക്കും കാറുകൾക്കും മിതമായ നിരക്കിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ പ്രീമിയം പാർക്കിംഗ് എന്ന ബോർഡ് സ്ഥാപിച്ച് കഴുത്തറപ്പൻ നിരക്കാണ് ഈടാക്കുന്നത്. പ്രതിഷേധ സൂചകമായി യാത്രക്കാർ ഈ ബോർഡ് കീറി മുറിച്ചിട്ടുണ്ട്. പ്രധാന കവാടത്തിനരികിൽ പാർക്ക് ചെയ്യാം എന്നതു മാത്രമാണ് പ്രീമിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മഴ പെയ്താൽ വെള്ളക്കെട്ടും കുഴികളും നിറയെ ചളിയുമാണ് പ്രീമിയം പാർക്കിങ്ങിൽ. സാധാരണ നിരക്കിൽ പാർക്ക് ചെയ്യുവാൻ ഇവിടെ അനുവാദമില്ല. അതിന് അകലെയുള്ള പാർക്കിംഗ് ഏരിയയിൽ സ്ഥലം കണ്ടെത്തണം. ബൈക്കിന് അവിടെ 24 മണിക്കൂറിന് 30 രൂപ ഉള്ളപ്പോൾ പ്രധാന കവാടത്തിന് സമീപമുള്ള പ്രീമിയം പാർക്കിങ്ങിൽ 11 ഇരട്ടിയിലധികം തുകയായ 345 രൂപ നൽകണം. മെയ് മാസത്തിൽ തന്നെ റെയിൽവേ അധികാരികൾക്ക് 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ ഇക്കാര്യത്തിൽ പരാതി നൽകിയെങ്കിലും മറുപടി പോലും ലഭിച്ചില്ലെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ഒരു ദിവസത്തേക്ക് പരമാവധി 30 രൂപയാണ് പാർക്കിങ്ങിന് മേടിച്ചിരുന്നത്. ഇപ്പോൾ പ്രീമിയം പാർക്കിംഗ് ഏരിയ എന്ന് ഒരു ബോർഡ് വെച്ചിട്ട് വലിയ ഒരു തുകയാണ്. അതായത് ബൈക്ക് വെച്ച് കഴിഞ്ഞാല് 24 മണിക്കൂറിന് 345 റുപ്യ മേടിക്കുന്ന ഒരു സംവിധാനം കഴിഞ്ഞ മാസം മുതൽ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. സാധാരണ ട്രെയിനിൽ പോകുന്നവര് വളരെ തിരക്ക് പിടിച്ചു പോകുന്നവരായിരിക്കും. അവർ പെട്ടെന്ന് വന്ന് ബൈക്ക് വെച്ച് ട്രെയിനിൽ കയറി പോകേണ്ടവരായിരിക്കും. അവർക്ക് ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനോ സമയം കിട്ടില്ല. ഇത് മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള കൊള്ള തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ റെയിൽവേ ജനറൽ മാനേജർക്ക് പരാതി കൊടുത്തിരുന്നു. പക്ഷെ ഒരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതിനെതിരെ എല്ലാവരും ശക്തമായിട്ട് പ്രതികരിക്കണം. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ജനങ്ങൾക്ക് സമയബന്ധിതമായി വിവരങ്ങൾ ലഭ്യമാക്കാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേണമെന്ന് നിയമം ഉണ്ടെങ്കിലും തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരമൊരു ഉദ്യോഗസ്ഥൻ ഇല്ല. അതിനാൽ വിവരാവകാശ നിയമപ്രകാരം റെയിൽവേ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുന്നില്ലെന്നും 2 വീലർ യൂസേഴ്സ് അസോസിയേഷൻ യോഗം ചൂണ്ടിക്കാട്ടി. നീതീകരണമില്ലാതെ വർദ്ധിപ്പിച്ച അമിത നിരക്കുകൾ ഉടൻ പിൻവലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. TCV തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ പാർക്കിംഗ് കൊള്ളയ്ക്കെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി. മാർച്ച് റെയിൽവേ സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി VP ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് RS ശ്രീലാൽ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ ട്രഷറർ സെന്തിൽകുമാർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ റോസ്ലിൻ രാജ്, ഫസീല തരകൻ, സുകന്യ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. ഈ സദേൺ റെയിൽവേ പാർക്കിങ്ങിന്റെ പേരിൽ വലിയ കൊള്ള നടത്താൻ സ്വകാര്യ ഏജൻസികൾക്ക് അവസരമൊരുക്കി കൊടുക്കുക. ഇരട്ടി തുകയാണ് ഇവിടെ ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്. അജണ്ട പാസാക്കാൻ ജനകീയ ക്യാമ്പയിൻ. തെരുവുനായ ശല്യത്തിന് പരിഹാരമായി ഷെൽട്ടർ സംവിധാനം ഒരുക്കണമെന്ന തൃശൂർ കോർപ്പറേഷന്റെ അജണ്ടയിലാണ് ഈ വേറിട്ട ക്യാമ്പയിൻ. തൃശൂർ നഗരത്തിൽ അലഞ്ഞു തിരിയുന്ന നായ്ക്കൾ പൊതുജനങ്ങൾക്കും കുട്ടികൾക്കും ഭീതിയായി മാറിയിട്ട് നാളേറെയായി. കഴിഞ്ഞ ദിവസവും കോർപ്പറേഷൻ പരിധിയിൽ ഒരാൾക്ക് തെരുവ് നായയുടെ കടിയേറ്റിരുന്നു. ഇവയുടെ ആക്രമണവും ശല്യവും സംബന്ധിച്ച് TCV നിരവധി തവണ വാർത്ത നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കൗൺസിലർ ജോൺ ഡാനിയൽ മേയർക്ക് കത്തും നൽകി. ഇതിനു പിന്നാലെയാണ് ഈ വിഷയത്തിൽ ജനങ്ങൾക്ക് ആശ്വാസമേകുന്ന അജണ്ടയുമായി തൃശൂർ കോർപ്പറേഷൻ വരുന്നത്. അടുത്ത കൗൺസിൽ യോഗത്തിൽ ഷെൽട്ടർ ഒരുക്കി
തെരുവുനായകളെ പിടിച്ചുകെട്ടി സംരക്ഷിക്കുന്നത് സംബന്ധിച്ച അജണ്ടയാണ് പരിഗണിക്കുന്നത്. ഈ അജണ്ട കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കൗൺസിൽ ഒറ്റക്കെട്ടായി പാസാക്കണമെന്നാണ് ക്യാമ്പയിനിലൂടെ ഉയരുന്ന ആവശ്യം. സമൂഹ മാധ്യമങ്ങളിലൂടെയും ഡിവിഷനുകളിലെ റെസിഡൻസ് ഗ്രൂപ്പുകൾ, മറ്റു പൊതുവായ വാട്സപ്പ് കൂട്ടായ്മകൾ എന്നിവ വഴിയുമാണ് ക്യാമ്പയിൻ നടക്കുന്നത്. നിരവധി പേരാണ് ഷെൽട്ടർ അജണ്ട പാസാക്കണമെന്ന് ആവശ്യപ്പെട്ട് മേയറുടെ വാട്സപ്പ് നമ്പറിലേക്ക് സന്ദേശം അയക്കുന്നത്. തെരുവുനായ ശല്യത്തിന് കാതലായ പരിഹാരം ഷെൽട്ടർ സംവിധാനമാണെന്ന് വിദഗ്ധർ കോർപ്പറേഷന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ നായകൾക്ക് ഷെൽട്ടർ സ്ഥാപിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ ഓഫീസും കോർപ്പറേഷനോട് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. നിലവിൽ നായകളെ പിടികൂടി വന്ധീകരിച്ച് പിടിക്കുന്നിടത്ത് തന്നെ തിരിച്ചുവിടുന്ന രീതിയാണ് ഉള്ളത്. ഇത് നഗരത്തിൽ വീണ്ടും നായകളുടെ ശല്യവും സാന്നിധ്യവും ഉണ്ടാക്കുകയാണ്. ഇത് ഒഴിവാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. TCV തൃശൂർ. കരൂപ്പടന്ന നെടുങ്കാണത്ത് ഭർതൃപീഡനത്തെ തുടർന്ന് ഗർഭിണി ജീവനൊടുക്കി. തൃശൂർ വെള്ളാങ്ങല്ലൂർ കാരുമാത്ര സ്വദേശി നൌഫലിന്റെ ഭാര്യ 23 വയസ്സുള്ള ഫസീലയാണ് ഭർതൃവീട്ടിൽ ചൊവ്വാഴ്ച തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഭർത്താവ് നൌഫൽ, ഭർതൃമാതാവ് റംല എന്നിവരെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. മരിച്ച ഫസീലയുടെ പിതാവിന്റെ പരാതിയിലാണ് അറസ്റ്റ്. 10 മാസം പ്രായമുള്ള കുട്ടിയുടെ അമ്മയാണ് ഫസീല. രണ്ടാമത് ഗർഭിണിയായത് ഭർത്താവിനും കുടുംബത്തിനും ഇഷ്ടമാകാത്തതിനെ തുടർന്ന് ഭർത്താവ് വയറ്റിൽ ചവിട്ടിയെന്നും ഭർതൃമാതാവ് ഉപദ്രവിച്ചിരുന്നുവെന്നും യുവതിയുടെ വാട്സാപ്പ് ചാറ്റ് സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ കോതപറമ്പിൽ വാടകയ്ക്ക് താമസിക്കുന്ന അബ്ദുൾ റഷീദിന്റെയും സക്കീനയുടെയും മകളാണ് ഫസീല. 17 മാസം മുമ്പാണ് ഇവരുടെ വിവാഹം നടന്നത്. മുളയം കൂട്ടാലിയിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണ്ണമാലയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. മുളയം സ്വദേശി മൂത്തേടത്ത് സുന്ദരനെയാണ് കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തി മൃതദേഹം ചാക്കിലാക്കി വിജനമായ പറമ്പിൽ ഉപേക്ഷിച്ചത്. കൊലപാതകത്തിന് ശേഷം മുങ്ങിയ പ്രതി സുമേഷിനെ പുത്തൂരിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പിടികൂടിയത്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകം നടന്നതിന്റെ തലേദിവസം വീട്ടിലെത്തിയ പ്രതി കൊല്ലപ്പെട്ട സുന്ദരൻ നായരുടെ ഭാര്യയും മറ്റും പിറ്റേന്ന് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതുവരെ കാത്തുനിന്നു. എല്ലാവരും വീട്ടിൽ നിന്ന് പോയ ശേഷം വീണ്ടും സുന്ദരൻ നായരുടെ കഴുത്തിലെ മാല ചോദിച്ച് സുമേഷ് വഴക്കുണ്ടാക്കി. തർക്കം രൂക്ഷമായതോടെ അടുക്കളയിലുണ്ടായിരുന്ന വിറക് കഷ്ണമെടുത്ത് തലയിൽ അടിച്ചു കൊലപ്പെടുത്തി. തുടർന്ന് സുന്ദരൻ നായർ ധരിച്ചിരുന്ന മുണ്ടഴിച്ച് മൃതദേഹത്തിന്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി ചാക്കിലാക്കി സമീപത്തെ വിജനമായ പറമ്പിൽ കൊണ്ടിടുകയായിരുന്നുവെന്ന് പ്രതിമൊഴി നൽകി. സുന്ദരൻ നായരുടെ മാല പണയം വെച്ച് പ്രതി 80,000 രൂപ തരപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒല്ലൂർ ACP സുധീരൻ, SHOമാരായ KC ബൈജു, സതീശൻ എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹത്തോടെയാണ് തെളിവെടുപ്പ് നടന്നത്. തീരത്തിന് വറുതിയുടെ ദിനങ്ങൾ നൽകിയ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. ജൂൺ 9 മുതൽ ജൂലൈ 31 വരെയുള്ള 52 ദിവസം നീളുന്ന ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അർദ്ധരാത്രി അവസാനിക്കുന്നതോടെ ഒരു ഇടവേളയ്ക്ക് ശേഷം മത്സ്യബന്ധന മേഖല വീണ്ടും സജീവമാകും. മത്സ്യക്ഷാമം ഭീഷണിയായ അറബിക്കടലിൽ ട്രോളിംഗ് നിരോധനം കൂടി വന്നതോടെ തീരത്ത് സാമ്പത്തിക അരക്ഷിതാവസ്ഥ ഉടലെടുത്തിരുന്നു. നിരോധന കാലയളവ് കഴിയുന്നതോടെ തൊഴിലാളികൾക്ക് ആശ്വാസമാകും. അഴീക്കോട് മുനമ്പം മേഖലയിൽ നിന്നും 1000-ഓളം ബോട്ടുകൾ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. നിരോധന കാലം കഴിഞ്ഞ് മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നതിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ തീരത്ത് തകൃതിയായി നടക്കുകയാണ്. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ആടിസയിലാ പോണ്ടേ? നമ്മൾ പോയി വാങ്ങിയില്ലേ സാരിയും ചുരിദാറൊക്കെ? അത് ഡ്രസ്സിന്റെ, ഇത് ഗോൾഡിന്റെയാ. ആദ്യത്തെ ജ്വല്ലറി ആടി സെയിലുമായി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബിഗ് ആടി സെയിൽ. സെലക്ടഡ് ആഭരണങ്ങളുടെ പണിക്കൂലി കസ്റ്റമേഴ്സിന് സ്വയം തീരുമാനിക്കാം. ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള പണിക്കൂലി സൗജന്യം. വിവാഹ പാർട്ടികൾക്ക് 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് മന്ത്രി R ബിന്ദു പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. BJP അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ക്രൈസ്തവ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുകയാണ്. പുറമേക്ക് കൂടെ നിൽക്കുകയും ഒപ്പം ക്രൈസ്തവ ജനതയെ വേട്ടയാടുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് തിരിച്ചറിയണമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ അരമണകൾ കയറി പ്രീണിപ്പിക്കാൻ സംഘപരിവാർ ശ്രമിക്കുമ്പോൾ സംസ്ഥാനത്തിന് പുറത്ത് സന്യസ്തർക്കും മിഷണറിമാർക്കുമെതിരെ സംഘപരിവാർ കുറ്റപത്രം നൽകുകയാണെന്ന് രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ജയിലിലടച്ചിൽ പ്രതിഷേധിച്ച് RJD ജില്ലാ കമ്മിറ്റി തൃശൂർ സാഹിത്യ അക്കാദമിക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KC വർഗീസ്, ജോർജ് K തോമസ്, വിൻസെന്റ് പുത്തൂർ, കാവ്യ പ്രദീപ്, ജോർജ് K തോമസ് തുടങ്ങിയവർ സംസാരിച്ചു.
ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി ജയിലിലടച്ച BJP ഭരണഭീകരതയ്ക്കെതിരെ പുറത്തൂർ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആലപ്പാട് പള്ളിനടയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോയ് മുരിങ്ങാത്തേരി പ്രതിഷേധ ജ്വാല ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് ആലപ്പാട് യൂണിറ്റ് പ്രസിഡന്റ് ജോഷി ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. AKCC സെക്രട്ടറി ഷാജി ജോൺ, കൈക്കാരന്മാരായ AR ജോസ്, L ചർച്ചിൽ തുടങ്ങിയവർ സംസാരിച്ചു. വിശ്വാസികളുടെ പ്രതിഷേധം. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി അറസ്റ്റ് ചെയ്തതിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങളിലും പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചു. ആം ആദ്മി പാർട്ടി സംസ്ഥാന സമിതി അംഗം ടോണി റാഫേൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് റോയ് പുറനാട്ടുകര അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ, വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി സേവിയർ സിരിയങ്കണ്ടത്ത്, തൃശൂർ ജില്ലാ കൗൺസിൽ അംഗം ലോറൻസ് മങ്കര, ഒല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ ഐനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ആസ്പയർ അഗ്രോനിധി ലിമിറ്റഡ് തട്ടിപ്പ് കേസിൽ 3 പേരെ ചാവക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഡയറക്ടർമാരായ എടത്തുരുത്തി സ്വദേശി മംഗലാംപുലി ഷഹീർ, പറപ്പൂക്കര സ്വദേശി മഹാരാശ്ശേരി സുരേഷ്, മേത്തല സ്വദേശി ചെമ്മാലിൽ വിവേക് എന്നിവരാണ് അറസ്റ്റിലായത്. ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് ചാവക്കാട് സ്വദേശിനിയിൽ നിന്ന് 40 ലക്ഷം രൂപ നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തിയതിനാണ് അറസ്റ്റ്. പ്രതികൾക്ക് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട്. പ്രതികളെ ഊരകത്തുള്ള ആസ്പയർ അഗ്രോനിധി ലിമിറ്റഡിന്റെ ഓഫീസിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അകമലയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ട സ്ഥലത്തെ നിരീക്ഷണ ക്യാമറകൾ വനംവകുപ്പ് പരിശോധിച്ചു. കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥാപിച്ച ട്രാപ്പ് ക്യാമറകൾ കണ്ടെത്താനായിട്ടില്ല. എന്നാൽ 2 ദിവസവും ക്യാമറയിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തി. അകമല വെള്ളാംകുണ്ടിൽ ഗോവിന്ദൻകുട്ടിയുടെ പറമ്പിലാണ് 2 ദിവസം മുൻപ് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. തുടർന്ന് ഇവിടെ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ ക്യാമറ സ്ഥാപിച്ചതിന് ശേഷം കടുവയുടെ സാന്നിധ്യം കണ്ടില്ലെന്ന് വനംവകുപ്പ് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ വിനോദ് പറഞ്ഞു. നിരവധി കേസുകളിലെ പ്രതിയെ 2ാം തവണയും കാപ്പ ചുമത്തി തടങ്കലിലാക്കി. അഞ്ചേരിച്ചിറ സ്വദേശി കോയമ്പത്തൂർക്കാരൻ വീട്ടിൽ വിജേഷിനെയാണ് തൃശൂർ ജില്ലാ മജിസ്ട്രേറ്റ് കരുതൽ തടങ്കലിലാക്കിയത്. ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വധശ്രമം, വാഹനമോഷണം, കവർച്ച തുടങ്ങിയ 10ഓളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വിജേഷ്. ഭരണ പ്രതിപക്ഷ പോരിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ കൗൺസിൽ യോഗങ്ങളുടെ സ്തംഭനം തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പൂർണ്ണതോതിൽ കൗൺസിൽ യോഗം നടക്കാറില്ല. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം യോഗം തടസ്സപ്പെടുത്തുന്നതും അജണ്ടകൾ ചർച്ച കൂടാതെ പാസാക്കി ഭരണപക്ഷം ഇറങ്ങിപ്പോകുന്നതും പതിവായിരിക്കുകയാണ്. നഗരവികസനവുമായി ബന്ധപ്പെട്ട 100 കണക്കിന് വിഷയങ്ങളാണ് ഇത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത്. നഗരസഭാ റിവിഷൻ ഫണ്ട് വകയിരുത്തുന്നതിൽ പ്രതിപക്ഷ വാർഡുകളോട് വിവേചനം പുലർത്തുന്നുവെന്നാരോപിച്ചാണ് BJP കൗൺസിലർമാർ ഇപ്പോൾ പ്രതിഷേധ സമരം നടത്തിവരുന്നത്. അജണ്ടകൾ മാറ്റിവെച്ച് പ്രശ്നം ചർച്ച ചെയ്യണമെന്നാണ് BJPയുടെ ആവശ്യം. എന്നാൽ അജണ്ടകൾ പൂർത്തിയായ ശേഷം ചർച്ചയാകാമെന്ന നിലപാടാണ് ഭരണപക്ഷമായ LDF സ്വീകരിക്കുന്നത്. എന്നാൽ വിവാദ വിഷയം ചർച്ച ചെയ്യാൻ ഇരുപക്ഷവും തയ്യാറാകുന്നില്ലെന്നതാണ് വാസ്തവം. യോഗങ്ങൾ ബഹളത്തിൽ കലാശിക്കുമ്പോൾ നഗരസഭാ കൗൺസിലിന്റെ ഉത്തരവാദിത്തം എന്തെന്നത് ഭരണപ്രതിപക്ഷങ്ങൾ മറന്നുപോകുകയാണ്. റിവിഷൻ ഫണ്ടിലുള്ള വിവേചനം, പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് കൊടുക്കാത്തൊരു വിവേചനമുണ്ട്. അപ്പൊ ആ വിഷയം ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏതാണ്ട് 14 ദിവസങ്ങൾക്ക് മുമ്പ് വലിയൊരു കോലാഹലവും തല്ലും കുത്തുമ്പകളോ ഒച്ചപ്പാടുമ്പകളോ ഒക്കെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞത് ആ വിഷയം ഉണ്ടായി. 14 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്നലെ കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിൽ വീണ്ടും കൂടുന്നത്. ഈ 14 ദിവസം ഉണ്ടായ സമയത്ത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണ കക്ഷിയാണെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെയും കക്ഷി നേതാക്കളെയും വിളിച്ച് ഈ വിഷയത്തെക്കുറിച്ച് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഞങ്ങൾ അപ്പൊ അവർക്ക് ഭരണപക്ഷത്തിന് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് പറയാനുള്ള കാര്യങ്ങളുണ്ടാവും, മേലാവർത്തിക്കില്ലെന്ന് അടുത്ത തവണ വരുമ്പോൾ തരാന്നോ എല്ലാം പറഞ്ഞ പ്രശ്നം അവസാനിപ്പിച്ചിട്ടായിരിക്കണമായിരുന്നു ഇന്നലെ കൗൺസിൽ തുടങ്ങണ്ട. 2 ആഴ്ച മുൻപ് നഗരസഭാ യോഗത്തിലുണ്ടായ പ്രതിഷേധം കയ്യാങ്കളിയിൽ കലാശിച്ചിരുന്നു. നിലവിലുള്ള നഗരസഭാ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ സുഗമമായ കൗൺസിൽ യോഗങ്ങൾ അപൂർവമാണ്. പ്രതിഷേധമാണ് പ്രതിപക്ഷ ധർമ്മമെന്ന് കരുതുന്ന BJPയും പ്രതിപക്ഷ വിരുദ്ധത മുഖമുദ്രയാക്കിയ LDFും വികസനത്തെ തകിടം മറിക്കുന്നതിൽ പരസ്പരം മത്സരിക്കുകയാണ്. കോൺഗ്രസിന് ഏക കൗൺസിലറായതിനാൽ ഗാലറിയിലിരുന്ന് കളി കാണുക മാത്രമേ നിവർത്തിയുള്ളൂ. രാഷ്ട്രീയം മാത്രം മുൻനിർത്തി കൗൺസിലർമാർ പോരടിക്കുമ്പോൾ പരാജയപ്പെടുന്നത് നാട്ടുകാരാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കർഷകർക്ക് നൽകാനുള്ള പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച് ക്രമക്കേട് നടത്തിയ എരുമപ്പെട്ടി മങ്ങാട് ക്ഷീര വ്യവസായ സഹകരണ സംഘം സെക്രട്ടറി PA ജിജേഷിനെ സസ്പെൻഡ് ചെയ്തു. കർഷകർക്ക് നൽകാനുള്ള തുക എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനും ജിജേഷ് തിരിമറി നടത്തിയ തുക ഇയാളിൽ നിന്ന് ഈടാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കാനും ക്ഷീരസംഘം ഭരണസമിതി യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റ് PC അബാൽമണി അറിയിച്ചു.
വടക്കാഞ്ചേരി ബ്ലോക്ക് ഡയറി എക്സ്റ്റൻഷൻ ഓഫീസറുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത്. സൊസൈറ്റിയിൽ പാലളക്കുന്ന കർഷകർക്ക് നൽകേണ്ട ലക്ഷക്കണക്കിന് രൂപയാണ് സെക്രട്ടറി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി തിരിമറി നടത്തിയത്. പണം ലഭിക്കാത്തതിനെ തുടർന്ന് കർഷകർ സംഘത്തിന് മുന്നിൽ പാലൊഴിച്ച് പ്രതിഷേധിച്ചിരുന്നു. കല്ലൂർ പാടം വഴിയിൽ നിയന്ത്രണം വിട്ട കാർ കനാലിലേക്ക് മറിഞ്ഞ അപകടം. കാർ യാത്രികൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചെങ്ങാലൂർ സ്വദേശി കോഴിപ്പറമ്പിൽ വീട്ടിൽ അജിത്ത് സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി അജിത്തിനെ പുറത്തെത്തിച്ചു. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ക്രെയിൻ എത്തിച്ചാണ് കാർ പുറത്തെടുത്തത്. മണ്ണുത്തി ദേശീയപാത 6-ാം കല്ലിൽ റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന കാൽനട യാത്രികാരൻ കാറിടിച്ച് മരിച്ചു. മുളയത്ത് വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി മേലേക്കുള വീട്ടിൽ 49 വയസ്സുള്ള ഷാജികുമാറാണ് മരിച്ചത്. പാലക്കാട് ദിശയിലേക്ക് പോകുന്ന കാറാണ് ഇടിച്ചത്. അപകടത്തെ തുടർന്ന് വാഹനം നിർത്താതെ പോയി. മണ്ണുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത ആമ്പല്ലൂരിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന കാർ, ടെമ്പോ, പിക്കപ്പ് വാൻ എന്നിവയാണ് അപകടത്തിൽപ്പെട്ടത്. ആമ്പല്ലൂർ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് അമിത വേഗതയിലെത്തിയ കാർ മുൻപിൽ പോയിരുന്ന ടെമ്പോയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ടെമ്പോ മുൻപിലുണ്ടായിരുന്ന പിക്കപ്പിൽ വന്നിടിച്ചു. അപകടത്തിൽ തമിഴ്നാട് സ്വദേശികളായ കാർ യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കോലഴി ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കോലഴി സ്വദേശി അമ്പന്തല വീട്ടിൽ 59 വയസ്സുള്ള തങ്കച്ചനാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. പാലയൂർ കിക്കിരിമുട്ടം നഗറിൽ നിയന്ത്രണം വിട്ട കാറിടിച്ച് അപകടം. വിവാഹ ആഘോഷത്തിന് പോയി തിരിച്ചു വരികയായിരുന്ന ഗുരുവായൂർ പടിഞ്ഞാറേനട ഗാന്ധിനഗർ സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. പാലയൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ടതോടെ മതിലുകൾ ഇടിച്ചു തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ചിങ്ങനാത്ത് അബ്ദുൾ അസീസ്, മാലിക്കുളം ഖാദർ ഷരീഫ് എന്നിവരുടെ മതിലുകളാണ് തകർന്നത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏത് ബഡ്ജറ്റിലും ഹാപ്പി ആർന്ന ഷോപ്പിംഗ് മമ്മി ഡാഡിയിൽ മാത്രം. മമ്മി ഡാഡി കളക്ഷൻ, ശക്തൻ സ്റ്റാൻഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടത്തിലൂടെ ദേവരാഗമായി ചമയവും ചാമരവുമില്ലാത്ത അമരക്കാരനായ ഭരതന്റെ ഓർമ്മകൾക്ക് 24 വയസ്സ്. തൃശൂർ ഏങ്കേക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് സിനിമയുടെ ക്യാൻവാസിലേക്ക് പറന്നുയർന്ന അതുല്യ പ്രതിഭ. ചിത്രകലാപഠനത്തിന് ശേഷം അമ്മാവൻ PN മേനോന്റെ കൈപിടിച്ച് ചലച്ചിത്ര ലോകത്തേക്ക് അരങ്ങേറ്റം കുറിച്ച ഭരതൻ 1972 പുറത്തിറങ്ങിയ ചെമ്പരത്തി എന്ന സിനിമയുടെ കലാസംവിധായകനായി. പിന്നീട് 1975 പത്മരാജന്റെ തിരക്കഥയിൽ ഒരുങ്ങിയ പ്രയാണം എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനായി. ഈ ചിത്രം അദ്ദേഹത്തിനെ ദേശീയ പുരസ്കാരത്തിന് അർഹനാക്കി. ഒരിക്കലും മായാത്ത ഭരതൻ മാജിക്കാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത്. എന്നെ പേടിച്ച് അച്ഛൻ കാവലി കിടക്കാൻ തുടങ്ങിയത് നന്നായി. പാതിരായ്ക്ക് തലയ്ക്കടിച്ച് പണി തീർക്കുമെന്ന വിചാരമില്ലാതെ കിടന്നുറങ്ങായിപ്പോ. കൊല്ലിയിലിട്ടപ്പോ തീർന്നെന്ന് കരുതി. പിന്നെ ഞാൻ അങ്ങനെ എളുപ്പം ചാവാൻ പിറന്നവനായിരിക്കില്ല ഈ ബാലൻ. പച്ചയായ ജീവിതങ്ങളുടെ നേർക്കാഴ്ചകളാണ് ഓരോ ഭരതൻ ചിത്രങ്ങളും. നാട്ടിടവഴികളിൽ നാം കണ്ടുമറന്ന ചമയങ്ങളില്ലാത്ത ചിരപരിചിതരായ മനുഷ്യരെ
കൃത്യമായി അടയാളപ്പെടുത്തുന്ന ക്യാൻവാസാക്കി അദ്ദേഹം തിരശീലയെ മാറ്റി. ആരവം, ലോറി, തകര, വെങ്കലം, പാളങ്ങൾ തുടങ്ങി സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട വേറിട്ട മനുഷ്യരെ കഥാപാത്രങ്ങളാക്കി പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചു. ലോക ക്ലാസിക്കുകളോട് കിടപിടിക്കുന്ന ദൃശ്യഭംഗിയാണ് ഭരതൻ ചിത്രങ്ങളുടെ മറ്റൊരു മാജിക്. വൈശാലി, താഴ്വാരം എന്നീ ചിത്രങ്ങൾ ഇതിനുദാഹരണങ്ങളാണ്. മലയാളത്തിലും തമിഴിലുമായി 40ഓളം സിനിമകൾ സംവിധാനം ചെയ്ത ഭരതന്റെ സിനിമകൾ സമാന്തര സിനിമകളുടെ നിറക്കൂട്ടുകളായിരുന്നു. വീണ്ടും കേൾക്കാനും മൂളാനും കൊതിക്കുന്ന ഗാനങ്ങളായിരുന്നു ഭരതൻ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. ില്ലാത്ത ലോകത്തേക്ക് അദ്ദേഹം മറഞ്ഞുവെങ്കിലും 80കളെ മലയാള സിനിമയുടെ കാൽപ്പനിക കാലഘട്ടമാക്കിയ ഭരതൻ ടച്ച് എന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ. ന്യൂസ് ഡെസ്ക് TCV. ചേർപ്പ് തായംകുളങ്ങര മഹാത്മാ ഗ്രൗണ്ടിൽ യുവാക്കളും പ്രായപൂർത്തിയാകാത്ത കുട്ടികളും ഏറ്റുമുട്ടിയ സംഭവത്തിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 2 കേസുകളിലായി 6 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. സംഭവത്തിൽ 17 വയസ്സുള്ള 3 കുട്ടികളും പിടിയിലായി. ചൊവ്വാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ചേർപ്പ് വലിയചേരം സ്വദേശി തെക്കേമഠത്തിൽ ഷിമലിനെ ആക്രമിച്ചതിനാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ ചേർപ്പ് സ്വദേശികളായ ഇജാസ്, മഹീന്ദ്രനാഥ്, ഷിനാസ് എന്നിവർ അറസ്റ്റിലായി. തിരുവള്ളക്കാവ് സ്വദേശി ചുള്ളിക്കാട്ടിൽ വാസുദേവിനെ ആക്രമിച്ചുവെന്ന പരാതിയിലും ചേർപ്പ് പോലീസ് കേസെടുത്തു. സംഭവത്തിൽ വലിയചേനം സ്വദേശികളായ മുഹമ്മദ് ഇർഫാൻ, സാരംഗ്, ബിജൻ കൃഷ്ണ എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട്. ഭാരതൻ സ്മൃതി കേന്ദ്ര സമിതി പുരസ്കാര വിതരണം തൃശൂരിൽ നടന്നു. സംവിധായകൻ ജ്യോതിഷ് ശങ്കർ, KPSC പുരസ്കാര ജേതാവ് മഞ്ജു പിള്ള, പത്മശ്രീ കലാമണ്ഡലം ഗോപി, ചലച്ചിത്ര സംവിധായകൻ കമൽ, സംഗീത സംവിധായകൻ റഫീഖ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. ഇപ്പോൾ 50ലേറെ കമലിന് ഞങ്ങളുടെ ഊഷ്മളമായ സ്വാഗതം. വിദ്യാധരൻ മാസ്റ്ററും ഞങ്ങളുടെ കുടുംബ സംവിധായകൻ ജയരാജ്, ഭരതന്റെ ജീവിത ജയരാജ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഭരതന്, ഭരതരാജനും, KG ജോർജും, മോഹനും അടങ്ങുന്ന. സൈബർ തട്ടിപ്പിലൂടെ 3.25 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ദമ്പതികളെ തൃശൂർ റൂറൽ ജില്ലാ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി ആറുപടയിൽ വീട്ടിൽ മിഥുൻ, ഭാര്യ റജി വിക്രമൻ എന്നിവരെയാണ് ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ചാലക്കുടി കുന്നപ്പള്ളി സ്വദേശിയാണ് തട്ടിപ്പിനിരയായത്. തൃശൂർ കോഓപ്പറേറ്റീവ് കോളേജ് അക്ഷരം സാഹിത്യവേദിയുടെയും സൂർ സംഘത്തിന്റെയും നേതൃത്വത്തിൽ ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ 27ാം ഓർമ്മദിനം ആചരിച്ചു. ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. സൂർ സംഘം ചെയർമാൻ KB പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ഗീതം സംഗീതം ചെയർമാൻ മുഹമ്മദ് റഷീദ്, കോഓപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് TS സജീവൻ, സുകുമാരൻ ചിത്രസൗധം, മധു ആനല്ലൂർ, T സുരേഷ് കുമാർ, അനഘേഷ് രവി തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച 4 പേർ അറസ്റ്റിൽ. കല്ലൂർ നായരങ്ങാടി നൊച്ചിയിൽ വീട്ടിൽ അമരീഷ്, വെണ്ടൂർ കാട്ടള വീട്ടിൽ നിർമ്മൽ, പാറയ്ക്ക വീട്ടിൽ സോവിൻ, കല്ലൂർ അന്തിക്കാട്ടിൽ വിഷ്ണു എന്നിവരാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച കല്ലൂർ ഞെള്ളൂർ പാടത്ത് ലഹരി ഉപയോഗിച്ച് നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കുന്നുവെന്ന വിവരത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ പുതുക്കാട് SI വൈഷ്ണവ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ഫൈസൽ, ബേസിൽ എന്നിവരെയാണ് പ്രതികളെ ആക്രമിച്ചത്. തുടർന്ന് പ്രതികളെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയ ശേഷമാണ് കസ്റ്റഡിയിലെടുത്തത്. ചാലക്കുടിയിലെ ഹോട്ടലിൽ ശുചീകരണ ജോലിക്ക് നിൽക്കുന്ന യുവാവിനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാൽപ്പാറ ഷോളയാറിലെ കരിയിലക്കുളം വീട്ടിൽ രാജൻ എന്ന് വിളിക്കുന്ന ജോസഫിനെയാണ് ചാലക്കുടി DYSP PC ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വെള്ളിക്കുളങ്ങര ചൊക്കന റോഡരികിൽ വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യത്തിൽ നടപടിയായില്ല. 11 kV ലൈനിലേക്ക് മരങ്ങൾ വീഴുന്നത് നിത്യസംഭവമാണ്. ശാസ്താംപൂവം, കാരിക്കടവ് ആദിവാസി ഉന്നതികളിലേക്കും ചൊക്കന, നായാട്ടുകുണ്ട മലയോര ഗ്രാമങ്ങളിലേക്കും വൈദ്യുതി എത്തിക്കുന്ന 11 kV ലൈൻ കടന്നുപോകുന്നത് വെള്ളിക്കുളങ്ങര ചൊക്കന റോഡിലൂടെയാണ്. റോഡരികിലെ സ്വകാര്യ ഭൂമിയിലും വനഭൂമിയിലുമുള്ള മരങ്ങളാണ് ഇവിടെ ഏതു സമയവും വൈദ്യുതി ലൈനിലേക്ക് വീഴാറായി നിൽക്കുന്നത്. പത്തരക്കുണ്ട് ഭാഗത്താണ് ഇത്തരത്തിൽ മരങ്ങൾ കൂടുതലായി നിൽക്കുന്നത്. കാറ്റിലും മഴയിലും മരങ്ങൾ വീണ വൈദ്യുതി ലൈനിൽ തകരാറുണ്ടാകുന്നതുമൂലം ചൊക്കന തോട്ടം മേഖലയിലും ആദിവാസി ഊരുകളിലും താമസിക്കുന്നവർക്ക് ഇരുട്ടിൽ കഴിയേണ്ടി വരാറുണ്ട്. മൊബൈൽ ഫോണിന് പൊതുവെ റേഞ്ച് കുറവായി ഇവിടെ വൈഫൈ മുഖേനയുള്ള ഇന്റർനെറ്റ് ഉപയോഗപ്പെടുത്തിയാണ് പുറം ലോകത്തുള്ളവരുമായി ബന്ധപ്പെടുന്നത്. വൈദ്യുതി നിലച്ചാൽ ഇതിന് കഴിയാതെ വരും. കാട്ടാന ശല്യമുള്ള മേഖലയായതിനാൽ വൈദ്യുതി ഇല്ലാത്ത രാത്രികളിൽ പ്രദേശവാസികൾ ഭീതിയോടെയാണ് കഴിച്ചുകൂട്ടുന്നത്. ഈ പ്രദേശത്ത് അപകടകരമായി സ്വകാര്യ വ്യക്തികളുടെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെയും നിരവധി മരങ്ങൾ
ലൈനിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. കാറ്റത്തെ മരങ്ങൾ വീണ് ചിലപ്പോൾ 2 ദിവസം വരെ ഈ പ്രദേശത്ത് ജനങ്ങൾ ഇരുട്ടിലാണ്. വന്യമൃഗ പ്രശ്നം വളരെ രൂക്ഷമാണ്. ഇത് അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റി എത്രയും പെട്ടെന്ന് അവരുടെ പ്രശ്നങ്ങളൊരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. 11 kV ലൈനിലേക്ക് വീഴാൻ സാധ്യതയുള്ള മരങ്ങൾ വെട്ടിനീക്കണമെന്നാവശ്യപ്പെട്ട് KSEB അധികൃതർ ഭൂവുടമകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. അതേസമയം ചൊക്കന മേഖലയിലേക്കുള്ള 11 kV ലൈൻ ABC കേബിൾ ലൈനാക്കി മാറ്റണമെന്ന ആവശ്യവും ഇനിയും നടപ്പായിട്ടില്ല. മരം വീണ കമ്പികൾ പൊട്ടുന്നതുപോലെ എളുപ്പത്തിൽ കേബിൾ ലൈൻ പൊട്ടില്ല എന്നതിനാൽ ചൊക്കന, കാരിക്കടവ്, ശാസ്താംപൂവം മേഖലയിലേക്ക് തടസ്സം കൂടാതെ വൈദ്യുതി എത്തിക്കാൻ ABC ലൈൻ വലിച്ചാൽ സാധിക്കുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. TCV ന്യൂസ്, കൊടകര. ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ശില്പശാല തൃശൂരിൽ നടന്നു. ചെമ്പൂക്കാവ് ജവഹർ ബാലഭവനിൽ നടന്ന ശില്പശാല CITU സംസ്ഥാന കമ്മിറ്റി അംഗം A. സിയാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VV വിജയൻ അധ്യക്ഷത വഹിച്ചു. വർഗീയതയ്ക്കെതിരെ വർഗ ഐക്യം എന്ന വിഷയത്തിൽ മുൻ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ക്ലാസ് എടുത്തു. സംസ്ഥാന സെക്രട്ടറി KC സിബി, അസിസ്റ്റന്റ് സെക്രട്ടറി MD ജോർജ്, ജില്ലാ സെക്രട്ടറി NG സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന വൈദ്യുതി ബോർഡിൽ ദിവസവേതനത്തിലും കരാർ അടിസ്ഥാനത്തിലും ജോലി ചെയ്യുന്ന 20,000-ഓളം അംഗങ്ങളുള്ള സംഘടനയാണ് ഇലക്ട്രിസിറ്റി ബോർഡ് കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ. സംഘടനയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി തൊഴിൽ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഭാവി പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുന്നതിനു വേണ്ടിയാണ് തൃശൂരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ ശില്പശാലയിൽ പങ്കെടുത്തു. ATM കൗണ്ടറിൽ നിന്ന് പണമെടുക്കാൻ ശ്രമിച്ച് 5,000 രൂപ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഫയൽ ചെയ്ത ഹർജിയിൽ പരാതിക്കാരന് തൃശൂർ ഉപഭോക്തൃ കോടതിയുടെ അനുകൂല വിധി. തൃശൂർ വിയ്യൂരുള്ള തോട്ടുമഠത്തിൽ വീട്ടിൽ TA ബാലകൃഷ്ണ പൈ ഫയൽ ചെയ്ത ഹർജിയിലാണ് തൃശൂരിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജർക്കെതിരെയും റൗണ്ട് വെസ്റ്റിലെ മാനേജർക്കെതിരെയും വിധിയായത്. ബാലകൃഷ്ണ പൈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM കൗണ്ടറിൽ നിന്നാണ് 5,000 രൂപ എടുക്കാൻ ശ്രമിച്ചത്. എന്നാൽ പണം ലഭിക്കുന്നതിന് പകരം ഒരു സ്ലിപ്പ് ലഭിക്കുകയാണുണ്ടായത്. ഹർജിക്കാരനു വേണ്ടി അഡ്വക്കേറ്റ് AD ബെന്നി കോടതിയിൽ ഹാജരായി. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിച്ച് കോലഴി പഞ്ചായത്തിൽ ബഹുനില മന്ദിരം നിർമ്മിക്കുകയാണെന്ന പരാതിയിൽ ജില്ലാ കളക്ടർ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V. ഗീത നിർദ്ദേശിച്ചു. കൃഷി ഓഫീസറുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ലെന്ന് സബ് കളക്ടർ അറിയിച്ച സാഹചര്യത്തിലാണ് തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചത്. സെപ്റ്റംബറിൽ തൃശൂരിൽ നടക്കുന്ന സിറ്റിംഗിൽ റിപ്പോർട്ട് ഹാജരാക്കാനാണ് നിർദ്ദേശം. പുന്നിയൂർക്കുളം സ്വദേശി KG ശ്രീജിത്ത് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. ഗുരുവായൂരിൽ അതിർത്തി തർക്കത്തെ തുടർന്ന് വീട്ടുവളപ്പിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറ തല്ലിത്തകർത്തതായി പരാതി. ചൊവ്വല്ലൂർപ്പടി പുഴങ്ങര ഇല്ലത്ത് നൌഷാദിന്റെ വീട്ടിലെ CCTV ക്യാമറയാണ് അയൽവാസി തല്ലിത്തകർത്തത്. പ്രവാസിയായ നൌഷാദിന്റെ ഭാര്യ ഫാത്തിമയാണ് അയൽവാസിയായ ഷിഹാബുദ്ദീനെതിരെ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകിയത്. സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടിന് പിന്നിലെത്തി ഭീഷണി മുഴക്കി ചുറ്റിക ഉപയോഗിച്ച് ക്യാമറ തല്ലിത്തകർത്തെന്നാണ് പരാതി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ ശ്രീനാരായണപുരം സ്വദേശിയിൽ നിന്ന് 12,25,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിൽ. വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി മച്ചിങ്ങാത്തൊടിയിൽ വീട്ടിൽ മുഹമ്മദ് ഫസലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വയനാട്ടിൽ നിന്നും പിടികൂടിയത്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, SI അശ്വിൻ റോയ്, ASI വഹാബ് തുടങ്ങിയവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സ്യത്തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന സമരങ്ങളുടെ ഭാഗമായി അഖില കേരള ധീവരസഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ധീവരസഭ സംസ്ഥാന പ്രസിഡന്റ് MV വാരിജാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV തമ്പി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ PV ജനാർദ്ദനൻ, ജില്ലാ സെക്രട്ടറി TV ശ്രീജിത്ത്, അഡ്വക്കേറ്റ് ഷാജു തലശ്ശേരി, മണി കാവുങ്ങൽ, വേണു വെണ്ണറ, ജോഷി ബ്ലാങ്ങാട്ട്, KV രോഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു. ഈ സമുദ്രത്തിലെ തിരമാലകളെ കൈവെള്ളയിലെടുത്ത് രാജ്യത്തെ തൊഴിൽ മേഖലയെ വർദ്ധിപ്പിച്ച് ആ തൊഴിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ നിന്ന് ഇറക്കിവിട്ടതായി പരാതി. പഴയന്നൂർ റൂട്ടിലോടുന്ന നിരപ്പേൽ എന്ന സ്വകാര്യ ബസ്സിൽ കയറിയ വിദ്യാർത്ഥികളെയാണ് ഇറക്കിവിട്ടത്. 4 വിദ്യാർത്ഥികൾ 5 രൂപ വീതം 20 രൂപ നൽകിയപ്പോൾ ഓരോരുത്തരും 5 രൂപ വീതം നൽകണമെന്ന് പറഞ്ഞാണ് കണ്ടക്ടർ ഇറക്കിവിട്ടതെന്നാണ് വിദ്യാർത്ഥികൾ ചേലക്കര പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. ബസ് ജീവനക്കാരുടെ വ്യാഴാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ പോലീസ് ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ നടക്കുന്നത് പകൽക്കൊള്ള. പ്രീമിയം പാർക്കിംഗ് എന്ന പേരിൽ ഈടാക്കുന്നത് കഴുത്തറപ്പൻ ഫീസ്. പാർക്കിംഗ് ഫീസ് കൊള്ള അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് DYFI റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി.
കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അജണ്ട പാസാക്കാൻ ജനകീയ ക്യാമ്പയിൻ. തെരുവുനായ ശല്യത്തിന് പരിഹാരമായി ഷെൽട്ടർ സംവിധാനം ഒരുക്കണമെന്ന അജണ്ടയിലാണ് വേറിട്ട ക്യാമ്പയിൻ. വെള്ളാങ്ങല്ലൂരിൽ ഭർതൃപീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതി ജീവനൊടുക്കിയ സംഭവം. യുവതിയുടെ ഭർത്താവിനെയും ഭർതൃമാതാവിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മുളയം കൂട്ടാളിയിൽ മകൻ പിതാവിനെ കൊലപ്പെടുത്തിയത് സ്വർണമാലയ്ക്ക് വേണ്ടിയാണെന്ന് പ്രതിയുടെ മൊഴി. കൊലപ്പെടുത്തിയത് വിറക് കഷ്ണം ഉപയോഗിച്ച്. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തീരത്തിന് വറുതിയുടെ ദിനങ്ങൾ നൽകിയ ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. 52 ദിവസം നീണ്ട ട്രോളിംഗ് നിരോധനം വ്യാഴാഴ്ച അർദ്ധരാത്രി അവസാനിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.